ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഫില്ലിംഗ് ആണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്കിതിന് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാന് ചൂടാതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു ടീസ്പൂണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, ചെറുതായിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയന്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് വേഗം ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അധികം വഴന്ന് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ അധികം ഒന്ന് വെന്ത് പോകാതെ ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. അധികം ഒന്നും മസാല ചേർക്കാതെ കുറച്ച് മസാല ചേർത്തിട്ട് വേവിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് ഷ്രെഡ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ്, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഉണക്കമുളക് പൊടിച്ചതാണ്, ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് സ്വീറ്റ് കോൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൈമലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ വെജിറ്റബിൾസ് ഒന്നും അധികം കുക്കാവാതെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളെ ഫില്ലിങ്ങൊക്കെ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ക്രീം ചീസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 ക്യൂബ്സ് നിങ്ങൾ കൈമലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് മയണൈസും ചേർത്ത് കൊടുക്കണം. അപ്പോൾ മയണൈസിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രത്തോളം ഒരു ക്രീമി കിട്ടണോ അതിനനുസരിച്ച് മയണൈസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒരു ക്രീമി പരിവായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി വേണം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ബോൾ എങ്ങനെ ആക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കുക. അപ്പോൾ ഫ്രഷ് ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്തത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചിട്ടെടുത്താൽ മതി. നമ്മൾ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേഗം നമുക്കത് വെള്ളമൊക്കെ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് കളയുക. കംപ്ലീറ്റ് വെള്ളം മാറ്റി കൊടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വെള്ളം ഒന്നായിട്ട് ബ്രെഡിൽ അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബോളാക്കി എടുക്കാൻ പറ്റില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബ്രെഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് സ്ലൈസ് ഒന്ന് ബിഗായിട്ട് കിട്ടും. എന്നിട്ട് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ടിതുപോലെ നമുക്ക് എല്ലാ സൈഡും ഒന്ന് ക്ലോസ് ആക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഫില്ലിങ് ഒന്ന് പുറത്ത് പോകാത്ത രീതിയിൽ നമുക്കിതൊന്ന് ബോളാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പോൾ തന്നെ നല്ല ബോൾ ഷേപ്പിൽ കിട്ടും. ഇത് നമുക്ക് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ലാസ്റ്റ് എഗ്ഗിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിത് വേഗം കാണിക്കണോണ്ട് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ബ്രെഡും ബോളാക്കിയതിന് ശേഷം എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ബോളിന് നല്ല നനവുള്ളത് കൊണ്ട് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ബോൾസ് ആക്കിയെടുക്കാനും പറ്റും. ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് എഗ്ഗിൽ ഡിപ്പ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എല്ലാ ബ്രെഡ് ബോൾസ് ആക്കിയതിന് ശേഷം നമ്മൾ എഗ്ഗിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ കുറച്ച് ബ്രെഡിൽ അബ്സോർബ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ ബ്രെഡും ബോൾസ് ആക്കിയിട്ട് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ ടൈം ഉണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ വെക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല രീതിയിലുള്ള ബ്രെഡ് ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ആക്കിയെടുത്തിട്ടുള്ള ബ്രെഡ് ബോൾസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിതൊരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ്, എന്നിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും വെക്കരുത്.
അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ വേഗം പുറഭാഗം കരിഞ്ഞു പോകും, ഉള്ളിൽ വെന്ത് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് മുകൾ ഭാഗത്തൊക്കെ കുറച്ചിങ്ങനെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലോണം ബ്രൗൺ കളറാണ് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മളെ ബ്രെഡ് കൊണ്ടുള്ള ബോൾസൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രം ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ ഫ്രീസ് ചെയ്യാണ്. അപ്പോൾ ആ മെത്തേഡ് കൂടി കാണിച്ചു തരാം. ഒരു 30 ബോൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഫില്ലിംഗ് കൊണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം 1 മണിക്കൂർ നമുക്ക് ഫ്രീസറിലൊന്ന് ഫ്രീസ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ബോക്സിലോ നമ്മൾ സിപ്പ് ലോക്ക് ബാഗിലോ ആക്കി വെച്ചാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് ഫ്രീസറിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1 ഹവർ ഫ്രീസറിൽ വെച്ചെടുത്തതാണ്. അപ്പോൾ ഏകദേശം ഒന്ന് നല്ലോണം ഒന്ന് ഫ്രീസായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അധികം ആവേണ്ട, അധികമായി നമുക്ക് ബോക്സിലേക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് അബ്സോർബായി വരുന്നവരെ വെച്ചാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് എടുത്തിട്ട് ഇനി ഫ്രൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഫ്രീസറിൽ നിന്ന് നിങ്ങൾ എടുത്തിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ചൂടാക്കി എടുക്കുന്ന എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു 1 വീക്ക് വരെ ഇങ്ങനെ ഫ്രീസറിൽ ഫ്രീസ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.